നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, മനുഷ്യന്മാരുടെ ജീവിതം സുരക്ഷിതമല്ലാത്ത രീതിയിൽ ബേജാറും ബദ്ധപ്പാടും നിറഞ്ഞ നിലക്ക് ആയിത്തീരാൻ കാരണമാകുന്ന ഒരു വല്ലാത്ത വികാരം, അതിന് പലപ്പോഴും നമ്മൾ ഭയം എന്ന് പറയും. പേടിയും ഭയവും ആകുലതയും നമ്മളെ പിടികൂടിക്കഴിഞ്ഞാൽ ജീവിതം ഒരിക്കലും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകില്ല. അസ്വസ്ഥത നിറഞ്ഞ ഒരു അവസ്ഥയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അത് നാട്ടിലും നമുക്കിടയിൽ ഓരോരുത്തർക്കിടയിലും കുടുംബത്തിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ വന്ന് അവിടെ വെച്ചൊരു പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ, ഒരുപാട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, എൻ്റെ റബ്ബേ, ഈ നാടിനെ ഭയമില്ലാത്ത നിർഭയം നിറഞ്ഞ നാടാക്കി മാറ്റണമേ എന്ന്. ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ എന്തിനാണ് നിലകൊള്ളുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും സൈനിക നടപടികളൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഉത്തരാനുള്ളത്. മനുഷ്യന്മാർക്ക് ഭയമില്ലാതെ, സാധാരണക്കാർക്ക് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സ്വസ്ഥമായ ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമാകണം എന്നതിൻ്റെ പേരിലാണെന്ന്. അപ്പം നിർഭയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലോകത്ത് ചെറുതും വലുതുമായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കും. ഈ കുറ്റകൃത്യങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള ശിക്ഷാ നടപടികളുണ്ടാവും. ചെയ്യുന്ന കുറ്റങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷാ നടപടികളുണ്ടാവും. ആ ശിക്ഷാ നടപടികൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴും പറയും, അതും നിർഭയരായിക്കൊണ്ട്, സ്വസ്ഥരായിക്കൊണ്ട്, സമാധാനത്തോടുകൂടി മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയാണെന്ന്. നന്മയാർന്ന കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കും, നന്മ പ്രചരിപ്പിക്കും. ലോകത്ത് തിന്മ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നാട്ടിലിപ്പോൾ ലഹരി പോലെയുള്ള തിന്മകളൊക്കെ അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കുറ്റകൃത്യമാണ്, അതിലേക്ക് പോകരുത് എന്നുള്ള നിലക്ക് തിന്മയിൽ നിന്ന് ആൾക്കാരെ തടുക്കും. അങ്ങനെ തടുക്കുന്നത് എന്തിനാ? നമുക്കതിനുള്ള ഉത്തരം മനുഷ്യന്മാർക്ക് നിർഭയരായിക്കൊണ്ട്, സ്വസ്ഥമായിക്കൊണ്ട് ഇവിടെ ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണെന്ന്. അപ്പം നന്മ പ്രചരിപ്പിക്കുക, തിന്മയെ തടുക്കുക, ആ പ്രതിരോധം തീർക്കുന്നതൊക്കെ നിർഭയരായി ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരുമായിക്കൊണ്ട്, അവരുമായിക്കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അതിര് വേണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ അവരുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും സ്വസ്ഥമായിട്ടുള്ള എല്ലാവർക്കും കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. അതിനടിസ്ഥാനത്തിലാണ് മദീന ചാർട്ടർ രൂപീകൃതമാകുന്നത്. അന്നത്തെ ആ സമാധാന കരാർ എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം മനുഷ്യന്മാർക്ക് ഇവിടെ സ്വസ്ഥമായിക്കൊണ്ട്, സമാധാനത്തോടുകൂടി, നിർഭയരായിക്കൊണ്ട് ജീവിക്കണം, അതിനു വേണ്ടിയാണെന്ന്. അപ്പോൾ ജീവിതം ഭയചകിതമാകുമ്പോൾ ഭയരഹിതമായിക്കൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. എന്തിനു വേണ്ടി? സുരക്ഷിതമായിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് വേണം. ജീവിതം എപ്പോഴും ഭയത്തോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതീക്ഷകൾ തീരണ്ടാകില്ലല്ലോ. എപ്പോഴും മനുഷ്യന്മാർക്കിടയിൽ നിരാശ മാത്രമായിരിക്കും ഉണ്ടാവുക. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി നിരാശ മനുഷ്യൻ്റെ മനസ്സുകളിൽ മുഴുവനും വ്യാപിച്ച് ആകെക്കൂടി അസ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുക ഇവിടെ. അങ്ങനെ വരുന്ന സമൂഹത്തിൽ ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമൂഹം എപ്പോഴും അധോഗതിയിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിർഭയമായ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ നമ്മളിങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ, ഈമാനിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർഭയത്വമുള്ള ഈമാൻ, അതാണല്ലോ വിഷയം പ്രിയപ്പെട്ടവരെ. ആ വിഷയത്തിലേക്ക് എത്താൻ വേണ്ടി നിർഭയത്വം എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിന് ചില വാക്കുകളിലൂടെ മനസ്സിലേക്ക് നൽകാൻ ശ്രമിച്ചു എന്നേയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആറ്റിക്കുറുക്കിയാൽ ഇസ്ലാം, ഈമാൻ എന്ന് രണ്ട് വാക്കുകളിൽ ഇത് മുഴുവനുണ്ട്. ഇസ്ലാമും ഈമാനും. ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസ് പറയുമ്പോൾ നമുക്കറിയാം, മുസ്ലിമാകുന്ന ഒരു മനുഷ്യൻ എപ്പോഴാണ് മുസ്ലിമാകുക എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ നല്ല മുസ്ലിമാകണമെങ്കിൽ അയാളുടെ നാവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും, അയാളുടെ കൈയിൻ്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റൊരാൾ എപ്പോൾ സമാധാനം അനുഭവിക്കുന്നുവോ, സുരക്ഷിതനാകുന്നുവോ, നിർഭയനാകുന്നുവോ, അപ്പോഴേ ആ മുസ്ലിം നല്ല മുസ്ലിമാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നമ്മളിൽ നിന്ന് ഇടങ്ങേറ് ഉണ്ടാകാത്ത വണ്ണം
നമ്മളാൽ ഒരാളും ബുദ്ധിമുട്ടാതെ വണ്ണം, നമ്മളാൽ ഒരാളും ഭയപ്പാടിൽ അകപ്പെട്ടു പോകാത്ത വണ്ണം നിർഭയരായിക്കൊണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഈമാൻ എന്നുള്ള വാക്ക്, ഇസ്ലാമും ഈമാനും നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ജീവിതാനുഷ്ഠാനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട സാങ്കേതികമായിട്ടുള്ള രണ്ട് സംജ്ഞകളാണ്, രണ്ട് പദപ്രയോഗങ്ങളാണ്. അതിൽ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും പറയും സമർപ്പണം എന്നാണ് ഒന്ന്, എങ്കിൽ മറ്റൊന്ന് സമാധാനം എന്നതാണ്. സിൽമ എന്ന വാക്കിൽ നിന്ന് നിഷ്പന്നമായി വരുന്ന ഒരു വാക്കാകുന്നു ഇസ്ലാം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വാക്കാണല്ലോ. അപ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കേണ്ടവർ, നമ്മളിൽ നിന്ന് സമാധാനം പകർന്നു കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാവുകയുള്ളൂ എന്നുള്ള അധ്യാപനം തിരിച്ചറിഞ്ഞവർ. അപ്പോൾ നിർഭയരായി തീരുക എന്നുള്ളത് മാത്രമല്ല, നിർഭയത്വം നമ്മളിൽ നിന്ന്, സ്വസ്ഥത നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നിടത്ത് കിട്ടുന്ന ഒന്ന്, അതാകുന്നു ഇസ്ലാം. അപ്പോൾ ഇസ്ലാം മുഴുവനും നിർഭയത്വമാണ്. ഇനി ഈമാനും അങ്ങനെ തന്നെയാണല്ലോ. ഇസ്ലാം സമാധാനമാണെങ്കിൽ ഈമാൻ എന്നുള്ള വാക്ക് അത് ബന്ധപ്പെടുന്നത്, അത് നിഷ്പന്നമാകുന്നത് അമ്നിൽ നിന്നാണ്. അമ്നി എന്ന വാക്കിൻ്റെ അർത്ഥം നിർഭയത്വം എന്നതാണ്. നമ്മൾ നിർഭയരാകണം എന്നുള്ളതോടൊപ്പം തന്നെ ഇസ്ലാമിലൂടെ നമ്മൾ മറ്റൊരാൾക്ക് നിർഭയത്വം പകർന്നു കൊടുക്കുന്നുവെങ്കിൽ, ഇസ്ലാമിലൂടെ നമ്മൾ നിർഭയരാവുകയും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുവെങ്കിൽ, ഈമാനിലൂടെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ പ്രചോദിതരായിക്കൊണ്ട് കൊണ്ടെത്തിച്ചേരുന്നത് പരിപൂർണമായ നിർഭയത്വം അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഭയം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ, നമ്മളെയൊക്കെ പിടികൂടുന്ന ഒന്ന് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പട്ടിനെ കണ്ട പേടിച്ചെന്ന് വരും. ഭൗതികമായ ഒരു പേടി മാത്രമാണത്. പേപ്പട്ടിയെ കണ്ടാൽ പേടിക്കലും, അതല്ലെങ്കിൽ കള്ളനെ പേടിക്കലും, ഇനി അതുമല്ല എങ്കിൽ വിശപ്പാമ്പിനെ പേടിക്കലും, കവർച്ചക്കാരെ പേടിക്കലും, ഇങ്ങനെ ഭൗതികമായ തരത്തിലുള്ള പലതരത്തിലുള്ള പേടികളുണ്ടാകും. ചിലപ്പോൾ ആ പേടികളൊക്കെ നൈമിഷികമായിരിക്കും. ആ പേടിയുമായി ബന്ധപ്പെടുന്ന എന്ത് കാരണമാണോ ആ കാരണത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പേടി, അതിന് പരിഹാരം കണ്ടെത്തുന്നതോടുകൂടി ആ പേടി ഇല്ലാതെയായി പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ നിർഭയത്വം വരും. എന്നാൽ നമ്മളെ പിടികൂടുന്ന അഭൗതികമായ ചില പേടികളുണ്ട്. ആ ചില പേടികൾ നമ്മളെ ഇങ്ങനെ പിടികൂടുന്നിടത്ത് നിന്ന് നമ്മൾക്ക് ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ, അഥവാ നമ്മൾ നിർഭയരായി മാറണമെങ്കിൽ, യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശ്വാസത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നിടത്ത് നമുക്ക് നുകരാൻ സാധിക്കുന്ന മധുരമാകുന്നു ഈമാനിൻ്റെ നിർഭയത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച് സൂറത്തുൽ മാഇദ ഒരൽപ്പം സുദീർഘമായ ആയത്തിൽ അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന സംസാരമുണ്ടേ. വലാ തഖ്ശൗന്നാസ്, സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ആയത്താണ്. നിങ്ങൾ മനുഷ്യന്മാരെ പേടിക്കരുത്. ജനങ്ങൾ പല രീതിയിൽ പേടിപ്പിക്കുന്ന അവസ്ഥകളുണ്ടാകും. അതിലാവട്ടെ ആ വാക്കുകൾ പറയുന്നതാവട്ടെ എവിടെയാണെന്നറിയോ? ജൂതന്മാരുടെ ക്രൈസ്തവരുടെയൊക്കെ പൗരോഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവരിലെ പുരോഹിതന്മാർക്കുള്ള ബാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് ആ പുരോഹിതന്മാരോട് ഉണർത്തലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന ഒരു സംസാരമാകുന്നു ഫലാ തഖ്ശൗന്നാസ്, നിങ്ങൾ കാര്യം പറയുന്നിടത്ത് ജനങ്ങളെ പേടിക്കരുത്. വഖ്ശൗനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം. അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെ മാത്രം ഭയപ്പെടുക എന്നുള്ളിടത്തേക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും നമ്മളെ എപ്പോൾ കൊണ്ടെത്തിക്കുന്നുവോ അവിടെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്ന, അവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒന്നാകുന്നു പ്രിയപ്പെട്ടവരെ നിർഭയത്വം എന്ന് പറയുന്നത്. പക്ഷേ ശൈത്താനുണ്ടല്ലോ, നമ്മളെ നിരന്തരമായി പലതും പറഞ്ഞ് അഭൗതികമായി കൊണ്ടിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അഭൗതികമായി നമ്മളെങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾ എന്ത് എന്ന് പിടികിട്ടാത്ത വണ്ണം നമ്മളങ്ങനെ പല രീതിയിൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പേടിപ്പിക്കലിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാൻ 3-ാമത്തെ അധ്യായം 175-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ എന്നെ മാത്രം പേടിച്ചാൽ മതി. പിശാച് നിങ്ങളങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പിശാച് പേടിപ്പിക്കുന്നത് അവൻ്റെ മിത്രങ്ങളെയായിരിക്കും.
പിശാചിൻ്റെ കൂടെ കൂടാൻ നമ്മളെപ്പോൾ പിശാചിന് വശംവദരായിക്കൊണ്ട്, പിശാചിൻ്റെ കൂടെ നിൽക്കുന്നവരായിക്കൊണ്ട്, അവനെ തൃപ്തിപ്പെടുത്തുന്നവരായിക്കൊണ്ട്, അവൻ്റെ പ്രലോഭനങ്ങൾക്കും അവൻ്റെ പ്രീണനങ്ങൾക്കും അവൻ നമ്മളെ വിളിക്കുന്നിടത്തേക്ക് പോയി അവൻ നമ്മുടെ മനസ്സുകളിലേക്ക് വസുവാസ് നൽകിയിട്ട് അവൻ്റെ പിടുത്തത്തിൽ നമ്മളെപ്പോൾ പിടിപെട്ടു പോകുന്നുവോ, നമ്മൾ എപ്പോൾ പിടുത്തം കൊടുക്കുന്നുവോ, അവിടെ നമ്മൾ പിശാചുക്കൾക്ക് മിത്രങ്ങളായിട്ട് മാറും. അല്ലാഹു പറയാണ്, ഇന്നമാ ദാലികുമുശ് ശൈത്താൻ, ആ പിശാചുണ്ടല്ലോ, യുഖവ്വിഫു ഔലിയാഅഹു, അവൻ്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവൻ്റെ കൂടെ കൂടിയവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മളോട് പറയുന്നൊരു വാക്ക്, അഖീദയിൽ, വിശ്വാസത്തിൽ, ഈമാനിൽ എപ്പോഴും ഇങ്ങനെ അടിവരയിട്ട് മനസ്സിൽ കോറിയിടേണ്ട വാക്കാണ് പ്രിയപ്പെട്ടവരെ. അതെന്താണെന്നറിയോ? അല്ലാഹു പറഞ്ഞു, ഫലാ തഖാഫൂഹും, ഈ പിശാചുക്കളെ പേടിക്കരുതേ. അവരെ നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ പിശാചുക്കളെ പറഞ്ഞാൽ ഇന്ന് പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പൈശാചികമായ ഉപദ്രവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ജാഗ്രതയുണ്ടാകണം എന്നുള്ളത് നേരാണ്. ആ ജാഗ്രത എങ്ങനെ ഉണ്ടാകണം എന്ന് ഈമാനിൻ്റെ ശക്തി കൊണ്ട് നേടിയെടുക്കേണ്ട ജാഗ്രതയാണ് അവിടെ അനിവാര്യമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതിന് പകരം ആ ഈമാനികമായ ജാഗ്രതയ്ക്ക് പകരം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കെന്നറിയോ? പിശാച് പല രീതിയിൽ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പിശാചിൻ്റെ ഉപദ്രവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സിഹിറിൻ്റെ ഇനങ്ങളിൽപ്പെടുന്ന കൂടോത്ര വിദ്യകളും അതേപോലെ മാട്ടുമാരണങ്ങളും ഒക്കെ അടങ്ങുന്ന ജിന്നു കൂടലും അടിച്ചറക്കലും പോലെയുള്ള കാര്യങ്ങൾ അത് മനുഷ്യ ശരീരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് പിന്നെ രക്ഷ കിട്ടണമെങ്കിൽ ഓതിയിറക്കണം, ഊതിയിറക്കണം, അടിച്ചിറക്കണം, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിശാചിൻ്റെ ഉപദ്രവവുമായി ബന്ധപ്പെട്ട്, കാരണം ഇതിലൊക്കെയും ഇടപെടുന്നത് പിശാചാണ്, ശൈത്താന്മാരാണ്. ആ ശൈത്താന്മാരുടെ ഉപദ്രവങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു പറയാ, അങ്ങനെ വരുന്നിടത്ത് ഫലാ തഖാഫൂഹും, പേടിക്കേണ്ട നിങ്ങളവരെ, വഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ മതി. അപ്പോൾ അല്ലാഹനെ മാത്രം ഭയപ്പെടുമ്പോഴോ അവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന, അവിടെ നമുക്ക് നുകരാൻ സാധിക്കുന്ന, അവിടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒന്നാകുന്നു നിർഭയത്വം, ഈമാൻ. ഈമാനിൽ നിന്ന് കിട്ടുന്ന നിർഭയത്വം എന്ന് പറയുന്നത്. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ മുഅ്മിനുകളല്ലേ എങ്കിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ട ഒന്നിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 175-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, ഈ ഒരു നിർഭയത്വം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിടത്തേക്ക് നമ്മുടെ ശ്രദ്ധയൊന്നിങ്ങനെ പോയാൽ മതി. അതിന് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോടും ഹവ്വ അലൈഹിസ്സലാത്തു റളിയല്ലാഹു തആല അൻഹയോടും പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട്. നമുക്കറിയാം ചരിത്രം, അത് പരിശുദ്ധ ഖുർആനിൽ അത് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ ബീവിയോടൊപ്പം പിശാചിൻ്റെ ഇബ്ലീസിൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടല്ലോ. അങ്ങനെ അവസാനം അതിൻ്റെ ഫലമെന്നോണം സ്വർഗീയ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടുപേരെയും ആ സ്വർഗത്തിലുള്ള എല്ലാവരോടും പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞല്ലോ. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നൊരു സംസാരമുണ്ട് ഖുർആനിൽ. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 38-ാമത്തെ ആയത്തിലൂടെ അത് പറയുന്നുണ്ട്. അല്ലാഹു എന്താണ് പറഞ്ഞതെന്നറിയോ? ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, ഇനി നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു ഹുദ വന്ന് കിട്ടിയാൽ, ഫമൻ തബിഅ ഹുദായി, എൻ്റെ ഹുദയെ ആര് ഫോളോ ചെയ്തുവോ അവനെ സംബന്ധിച്ചിടത്തോളം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു ഭയപ്പാടുണ്ടാവില്ല, അവർക്കൊന്നിൻ്റെ പേരിലും ദുഃഖിക്കേണ്ടി വരില്ല. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു വെച്ചു. അഥവാ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കും പിശാചിൻ്റെ വസുവാസുകൾക്കും കീഴ്പ്പെട്ടു പോയ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക്, ഹവ്വ ബീവിക്ക് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു തിരിച്ചുവരവുണ്ട്. ഇനി നിങ്ങൾ ഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളുക, ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങൾക്കുമുള്ള റബ്ബിൻ്റെ ഹുദ, അള്ളാഹുവിൻ്റെ ഹുദ, സന്മാർഗത്തിൻ്റെ ദർശനം, നമുക്കൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, റബ്ബ് തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത അനുഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ പറയാവുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം അള്ളാഹു നൽകിയ ഹിദായത്ത് എന്നാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? ആ ഹിദായത്തിനോളം വലിയ അനുഗ്രഹമില്ലല്ലോ. ആ ഹിദായത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃവ്യനായിട്ടുള്ള അബൂ ത്വാലിബിന് കിട്ടണം എന്ന് കൊതിച്ച ഹിദായത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ താലിബിന് കൊടുക്കാത്ത ആ അനുഗ്രഹം നമുക്ക് നൽകി നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവായിട്ടുള്ള ആസറിന് കിട്ടണം എന്ന ഒരു കൊതിച്ച ഒരു ഹിദായത്താണത്. ആ ഹുദ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കിട്ടിയ ഹിദായത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആദം നബിയോട് പറയാം അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ രണ്ടുപേരും ആ ഹുദ സ്വീകരിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഗുണമായിക്കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് ആ ഹുദയുടെ ഭാഗമായിക്കൊണ്ട് റബ്ബിൽ വിശ്വാസമർപ്പിച്ച് ഈമാനുള്ള മുസ്ലിങ്ങളായി മുഅ്മിനുകളായി നിങ്ങൾ മുന്നോട്ട് പോകുന്നിടത്ത് നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു ഭയപ്പാടുണ്ടാവില്ല, ഒരു ദുഃഖവും അനുഭവിക്കാത്ത ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. എങ്കിൽ അതിലേക്ക് നമ്മൾ കാതോർക്കണ്ടേ? എങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വേണ്ടേ? ആ ശ്രദ്ധ എങ്ങനെ ഉണ്ടാകണം എന്ന് ചോദിച്ചാൽ, എങ്ങനെ നേടിയെടുക്കണം എന്ന് ചോദിച്ചാൽ, റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്തിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നിടത്ത് കാണാൻ സാധിക്കും. അത് അഖീദയിലും ആദർശത്തിലും ജീവിതത്തിൻ്റെ എല്ലാ വേദികളിലും രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ ഹുദ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഹിദായത്താകുന്ന അനുഗ്രഹത്തെ ആസ്വദിക്കാനാവുന്നിടത്തേക്ക് നമ്മൾ പോവുക. അതല്ലാത്ത വേറൊരു പരിഹാരമൊന്നും അവിടെ അല്ല. പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രാമത്തെ ഉപമിക്കുന്ന ഒരു ഉപമയുണ്ട് ഖുർആനിൽ. അവിടെ നിർഭയത്വം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ഗ്രാമപ്രദേശമാണത്. ആ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിക്കൊണ്ട് ഖുർആൻ തന്നെ അവിടെ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് അവർ നന്ദികേട് കാണിച്ചു എന്നതാണ്. റബ്ബിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരായ ആളുകൾക്ക് പിന്നീടുള്ള ജീവിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, ഈ നന്ദികേടിൻ്റെ ഫലമായിക്കൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഭയപ്പാട് നിറഞ്ഞ ഭയചകിതമായ ഒരു ജീവിതമായിരുന്നു എന്ന് ഖുർആൻ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ നഹ്ലിൻ്റെ 112 ആയത്തിലൂടെ വദറബല്ലാഹു മസല, അള്ളാഹു പറയുന്ന ഉപമ, കാനത്ത് ആമിനതം മുത്മഇന്ന. ആ ഗ്രാമപ്രദേശം എന്തായിരുന്നു അറിയോ? ആ ഗ്രാമപ്രദേശം ഒരു ആമിനത്തായ നിർഭയരായിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. മുത്മഇന്ന, സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ജീവിക്കുന്നവരായിരുന്നു അവർ. മാത്രമല്ല ആ ഈമാനികമായ മാധുര്യവും അമ്നും അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കെ യഅ്തീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, എവിടെ നിന്നാണെന്നറിയാത്തവണ്ണം എല്ലാ ഭാഗത്തു നിന്നും സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ട അനുഗ്രഹങ്ങളൊക്കെ അവർക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. അവർ ദുനിയാവിൻ്റെ സുഭിക്ഷത കിട്ടാൻ വേണ്ടി ഈമാൻ സ്വീകരിച്ചവരായിരുന്നില്ല. സുഭിക്ഷമായ ജീവിതം കിട്ടണേ എന്നുള്ള നിലക്ക് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞവരായിരുന്നില്ല. മറിച്ച് ഈമാൻ എന്ത് എന്ന് അടുത്തറിഞ്ഞ് നിർഭയരായിക്കൊണ്ട് ജീവിച്ചവരായ ആളുകൾ, ആ ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സുഭിക്ഷമായ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുന്നിടത്ത് ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്തുകളോട്, റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളോട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് നന്ദികേടായിരുന്നു എന്ന്. ആ നന്ദികേടിൻ്റെ ഗുണം, അതിൻ്റെ ദുർഗുണം അവർക്ക് പിന്നെ അനുഭവിക്കേണ്ടി വന്നത് ഖുർആൻ പറയുന്നു, ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അവർ ഈ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമെന്നോണം ഭയപ്പാട് അവരെ പിടികൂടി, പട്ടിണി അവർക്ക് ബാധിക്കേണ്ടി വന്നു. അള്ളാഹു അത് അവരെ അനുഭവിപ്പിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ റബ്ബ് നൽകിയ ഹുദയില്ലേ, ആ ഹുദയിൽ നിന്ന് തെറ്റിപ്പോകാത്ത ഒരു ജീവിതം, ആ സന്മാർഗത്തെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ്, അഖീദ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിൻ്റെ അഖീദയെ അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നിടത്ത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ആമുഖമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രസക്തമാകുന്നത് എന്നുകൂടി അറിയിക്കാൻ സൂചിപ്പിക്കുകയാണ്. എന്താണത്? അല്ലാഹുവേ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വറുസുഖ്ന ഇത്തിബാഅ, ഹഖ് ഹഖായി കാണിച്ചു തരണമേ, ആ ഹക്കിനെ പിന്തുടരാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വഅരിനൽ ബാത്തില ബാത്തിലം വറുസുഖ്ന ഇജ്തിനാബ, ബാത്തിലായ കാര്യം, അസത്യമായ കാര്യം അസത്യമായി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. ആ അസത്യത്തെ മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ. വറുസുഖ്ന ഇജ്തിനാബ, അത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം.
നമ്മളിങ്ങനെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വിശ്വാസ രംഗത്ത് അള്ളാഹുവിൻ്റെ ആയത്ത് ഓതിയിട്ട് തന്നെ പല രീതിയിലുള്ള വസുവാസികൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തും. അതാണോ ശരി, ഇതാണോ ശരി എന്ന് പിടുത്തം കിട്ടാത്തിടത്ത് നമ്മളിങ്ങനെ നട്ടം തിരിയുന്നിടത്തുണ്ടാകും. അവിടെ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, റബ്ബേ നീ പഠിപ്പിച്ച സത്യം ഏതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വിശ്വാസ രംഗത്തെ നിർഭയത്വത്തിലേക്ക് എന്നെ നീ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. സത്യവും അസത്യവും കൂടിക്കുഴഞ്ഞാലേ പിന്നെ അവിടെ നമ്മൾ ആശയക്കുഴപ്പത്തിലാകും. ആശയക്കുഴപ്പം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വഴികേടിലായിരിക്കും. ഈ വഴികേടിൽ നമ്മളായി പോകാതിരിക്കണമെങ്കിൽ ആദർശപരമായ വിശുദ്ധി, ആ ആദർശപരമായ വിശുദ്ധിയിലൂടെ നിർഭയത്വം നുകർന്നുകൊണ്ട് അഭൗതികമായ ശക്തികളെക്കുറിച്ചുള്ള ഭയപ്പാടുകളെ കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സായി മാറാതെ എപ്പോഴും സുരക്ഷിതമായ ഒരു മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നിടത്ത് ഇൻഷാ അല്ലാഹ് ഈമാൻ തികഞ്ഞവരായിക്കൊണ്ട് തവക്കുലിൻ്റെ അടയാളം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരായിക്കൊണ്ട് വിശ്വാസപരമായി നിർഭയത്വം അനുഭവിക്കുന്നവരായിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. ആകത്തുക അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹുദയെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു നൽകിയ ഹുദയെ ഫോളോ ചെയ്യുക. അള്ളാഹു നൽകിയ ഹുദയിൽ ഏറ്റവും പരമപ്രധാനമായത് നമ്മൾക്കെല്ലാവർക്കും അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. തൗഹീദിൻ്റെ ആ ശബ്ദത്തിലും തൗഹീദിൻ്റെ ആ സാക്ഷ്യവചനത്തിലും നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തെയും ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുക. തൗഹീദ് കൃത്യമാവുക, അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നഷ്ടപ്പെടേണ്ട ആ തൗഹീദിൽ എവിടെയെങ്കിലും ഒരല്പമെങ്കിലും നമുക്ക് ചാഞ്ചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ സംശയത്തിൻ്റെ നിഴൽ നമ്മളെ പിടികൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൽബ് അസ്വസ്ഥമാകും. അവിടെ പല രീതിയിൽ ഭയപ്പാടുകൾ നമ്മളെ കൽബിൽ കുടിയിരുത്തപ്പെടും. പിന്നീട് അഖീദയിൽ നിന്ന് പല രീതിയിൽ നമ്മൾ വഴിമാറിപ്പോവുകയും തെറ്റായ പല വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ മനസ്സുകളിലേക്കും കടന്നുകൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ശിർക്കിൻ്റെ എല്ലാ അടയാളങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാകണം എന്നുള്ള ഉപദേശം പ്രസക്തമാകുന്നത്. അത് നമ്മളെ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുന്ന ചില ദിവസങ്ങളിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ദഅവത്തിൽ നമ്മളിങ്ങനെ തിരിച്ചറിയുന്ന വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട്. അവിടുത്തെ ജനതയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുന്ന സംസാരം, ആ സംസാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ചില ചിത്രങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ ആവിഷ്കരിക്കുന്നത് ഖുർആൻ പറയുന്നു, വഹജ്ജഹു ഖൗമുഹു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയുമായി കൊണ്ട് സംവദിക്കുകയുണ്ടായി, തർക്കമുന്നയിക്കുകയുണ്ടായി. ആ ജനത ചോദിച്ചു, അതുഹജ്ജൂനി ഫില്ലാഹി അതുഹജ്ജൂനി ഫില്ലാഹി, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ എന്നോട് തർക്കിക്കുകയാണോ? വഖദ് ഹദാനി, എൻ്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ആ ഹുദയുടെ പേരിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിർഭയത്വത്തിൽ നിന്നും വിശ്വാസപരമായ വിശുദ്ധിയിൽ നിന്നും നിങ്ങൾ എന്നെ തെറ്റിമാറ്റാൻ വേണ്ടിക്കൊണ്ടും തെന്നിക്കാൻ വേണ്ടിക്കൊണ്ടും നിങ്ങൾ ശ്രമിക്കുകയും നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ എന്നോട് തർക്കിക്കുകയും ചെയ്യുകയാണോ? വല അഖാഫു മാ തുശ്രികൂന ബി, അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെയും എനിക്കൊരു പേടിയില്ല. നിങ്ങൾ ശിർക്ക് വെക്കാൻ മുന്നോട്ട് വരുന്ന ശിർക്കിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് എനിക്കൊരു പേടിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കേണ്ട എന്ന് പറയുന്നു. ഇല്ല അയ്യഷാ റബ്ബി, എനിക്ക് വല്ല ഭയപ്പാടുണ്ടെങ്കിൽ ആ ഭയപ്പാട് പോലും എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചെങ്കിലല്ലാതെ മറ്റൊന്നും എനിക്ക് സംഭവിക്കാനില്ല എന്ന് പറയാൻ കഴിയുന്ന, എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന പൂർണ്ണമായ സുരക്ഷിതത്വത്തിൻ്റെ ബോധം അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് തൻ്റെ ജനതയുടെ മുൻപ് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ നിർഭയത്വം നൽകുന്ന ഈമാൻ അവിടുത്തെ ജീവിതത്തിൻ്റെ മാതൃകയായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി പറയുന്നുണ്ട്, വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, എൻ്റെ റബ്ബിന് അവൻ മതി എല്ലാ ഇൽമും പറഞ്ഞു തരാൻ. ആ റബ്ബിന് എല്ലാ ഇൽമുണ്ട്, പൂർണ്ണമായ അറിവ് പൂർത്തിയാക്കിയവൻ, വിശാലമായി അറിവുള്ളവനാകുന്നു അവൻ. അഫലാ തതദക്കറൂൻ, നിങ്ങളി പലതും പറഞ്ഞ് പേടിപ്പിക്കുന്നിടത്ത് ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടൊരു ചോദ്യമുണ്ട് ഇബ്രാഹിം നബിയുടെ, വകൈഫ് അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാ, ഞാൻ എങ്ങനെ പേടിക്കും? ഞാൻ എന്തിനു പേടിക്കണം?
നിങ്ങളിങ്ങനെ പലതിനെയും വിളിച്ചാരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനെയൊക്കെ ഞാൻ പേടിക്കണം എന്നുള്ള നിലക്ക്, അവരിൽ നിന്നൊക്കെ ഉപദ്രവമുണ്ടാകും എന്നുള്ള നിലക്ക് നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിക്കുമ്പോൾ, ആ ഉപദ്രവങ്ങളെക്കുറിച്ച് ഞാൻ പേടിക്കണം എന്ന് പറയുമ്പോൾ എന്തിന് ഞാൻ പേടിക്കണം എന്ന ഒരു ചോദ്യമാണ് വകൈഫ അഖാഫു മാ അശ്റക്തും എന്ന ഒരൊറ്റ ചോദ്യത്തിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയ്ക്ക് മുൻപിലേക്ക് ചോദിച്ചു വിട്ടിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നു വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാഹ്. അള്ളാഹുവെക്കുറിച്ച്, അവനെ ശിർക്ക് വെക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പേടിയുമില്ലല്ലോ. ഇതിൻ്റെ ദുര്യോഗം എങ്ങനെയായിരിക്കും ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും വരാനിരിക്കുന്നത് എന്നുള്ള ഒരു ഭയവും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ പലതിനെയും പേടിച്ചുകൊണ്ടിരിക്കുന്നു. അഭൗതികമായ പല ശക്തികളെയും നിങ്ങൾ പേരിട്ടിട്ട് ആ ശക്തികളിലൂടെ ദ്രോഹമുണ്ടാകുമെന്ന് പേടിക്കുന്നു. അത് സിഹറിനെ പേടിക്കുന്നു. പല അർത്ഥത്തിലുള്ള പേടി ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉമ്മത്തിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിലെ ആദർശ വിശുദ്ധിയുള്ളവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ആ ചോദ്യം നമ്മുടെയൊക്കെ നേർക്ക് തിരിയേണ്ടതും നമ്മൾ ചോദിക്കേണ്ടതും. നമ്മൾ പറയാൻ സാധിക്കണം, എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഹുദയാകുന്ന ഈമാൻ, റബ്ബിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഹിദായത്തിൻ്റെ പേരിൽ ഞാൻ ആസ്വദിക്കുന്ന ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിർഭയനാണ് എന്നുള്ള ആ ഒരു നിർഭയത്വത്തിൻ്റെ ഈമാനാണ് എന്ന് പറയാൻ കഴിയണം. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്, നിങ്ങൾ പലതിനെയും പേടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു തെളിവും നിങ്ങൾക്ക് പറയാനില്ലല്ലോ. റബ്ബിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഒരു സുൽത്താനുമില്ലാത്ത, ഒരു തെളിവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒന്നിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ ഭയചകിതമായിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഈ ചോദ്യത്തെ ശരിക്ക് ശ്രദ്ധിക്കുക. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. പലതിനെയും വിളിച്ചാരാധിച്ചും അഭൗതികമായ പല ശക്തികളെയും വ്യക്തികളെയും പേടിപ്പിച്ചും പലതിനെയും പറഞ്ഞിട്ടും കാണിച്ചു കൊടുത്തും ഇതുകൊണ്ട് ദ്രോഹമുണ്ടാകും, ഇതുകൊണ്ട് പലതും ചെയ്യാൻ കഴിയേക്കും, ഒരാളെ കൊല്ലാൻ വരെ ശക്തിയുള്ള കോഴിമുട്ടയാകുന്നു, നാളികേരമാകുന്നു എന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് ഈ ചോദ്യം പ്രസക്തമാകുകയാകുന്നു. അങ്ങനെ പറയുന്നവരോ, അതുകൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നവരോ, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. നിങ്ങൾ രണ്ട് കൂട്ടർ, നമ്മൾ രണ്ട് കൂട്ടർ, നമ്മളിൽ ആരാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന ഒരു ചോദ്യം. ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്കൊന്ന് ഈ വിഷയത്തിലൊരു അറിവുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളിങ്ങനെ ആകൂലായിരുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആയത്തൊക്കെ നമ്മളൊന്ന് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ, നേർക്ക് നേരെ അർത്ഥം വെച്ച് വായിച്ചിട്ട് ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, എവിടേക്കാണ് ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കാനും ചിതറിപ്പോകാതിരിക്കാനും സംശയമില്ലാതെ ഈമാനിൻ്റെ നിർഭയത്വം ആസ്വദിച്ചുകൊണ്ട് നിർഭയരായി ഈ ദുനിയാവിൽ ജീവിച്ച് നാളെ റബ്ബിലേക്ക് യാത്രയാകാനും നമ്മൾക്ക് എപ്പോഴും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യം, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഒന്നാമത്തെ ഹുദ എവിടെയാണ്? റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹിദായത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതിൽ ഏറ്റവും വലുത് പ്രസക്തമായിട്ടുള്ളത് അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകി എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ നിർഭയത്വം. അല്ലദീന ആമനു, മുഅ്മിനുകളായി ജീവിക്കാൻ സാധിക്കുകയും വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ആ ഈമാനിലേക്ക് ഒരു ളുൽമും കടത്തിക്കൂട്ടാതിരിക്കുകയും കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്ത് കിട്ടിയവർ എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ 3 ആയത്തുകൾ മനസ്പർശിയായ ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തു വെച്ച് നമ്മളൊന്ന് വായിച്ചിട്ട് ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ അരക്ഷിതമായ അവസ്ഥകളെക്കുറിച്ച് വെച്ച് ചിന്തിച്ചിട്ട് എനിക്കെൻ്റെ റബ്ബ് നൽകിയിട്ടുള്ള ഹുദ ഞാൻ എത്രമേൽ എൻ്റെ നെഞ്ചകം ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് ആലോചിച്ച് ഈ ഹുദയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കരുത്ത് കാണിക്കുന്നിടത്ത് നമ്മൾ നിർഭയരാകും.
നമ്മൾ സുരക്ഷിതരാകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെയാണ് ഹുദ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ തൗഹീദ് കൃത്യമാവുക എന്നുള്ളതാകുന്നു പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത് ദിക്റുള്ളയുടെ ആളുകളാവുക എന്നുള്ളതാണ്. ദിക്റുള്ള, പരിശുദ്ധ ഖുർആൻ ദിക്റുള്ളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ആയത്തുകളുടെ കൂട്ടത്തിൽ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന, നിർഭയത്വം നമുക്ക് സമ്മാനിക്കുന്ന, പേടി കൂടാതെ നമുക്ക് റബ്ബിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സകങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മന്ത്രം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു, മുഅ്മിനുകളാണോ ആ മുഅ്മിനുകൾക്ക് വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ മനസ്സുകൾക്ക് എപ്പോഴും സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും. അലാ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, കൽബുകൾക്ക് സ്വസ്ഥമായ അവസ്ഥയും ഭയക്കൂടാതെ ജീവിക്കാൻ സാധിക്കുന്ന ചുറ്റുപാടും നിർഭയത്വമുള്ള മനസ്സും ഒരാൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒന്ന് ദിക്റുള്ളയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. ഒരുപാട് ദീർഘിപ്പിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പുലർത്തിക്കൊണ്ടേയിരിക്കേണ്ട ദിക്ർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കാൻ സാധിക്കുന്നിടത്ത് ഹുദയ സ്വീകരിക്കുക എന്നുള്ളത് വരുന്നു. അങ്ങനെ ഹുദയ സ്വീകരിക്കുന്ന ആളുകളും നിർഭയരായിക്കൊണ്ട് ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ ഈ പഠിപ്പിക്കുന്ന ആയത്തിലൂടെ സൂറത്തുർ റഅദിൻ്റെ 28-ാമത്തെ ആയത്താണ് ആ ഓതിക്കേൾപ്പിച്ചത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നിർഭയത്വം കിട്ടണമെങ്കിൽ മറ്റൊരു മാർഗം ഖുർആൻ പറയുന്നത് ഹുദ സ്വീകരിക്കുക. ആ ഹുദയുടെ ഭാഗമായിക്കൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്തിഖാമത്തുള്ളവരായിരിക്കുക. മൂന്നാമത്തെ കാര്യം കിടക്കുന്നത് അവിടെയാണ്, ഇസ്തിഖാമത്തുള്ളവരാവുക. എന്താ ഇസ്തിഖാമത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ദീൻ, ഞാൻ ആ ദീനിൻ്റെ ആളാണ്. നേരത്തെ ഇവിടെ ബഹുമാന്യനായ ജലീൽ മദീനിയുടെ സംസാരം ഓൺലൈനിലൂടെ ഒരുപാട് സമയം കേൾക്കുകയായിരുന്നു. ഓൺലൈൻ സംസാരം കേൾക്കുമ്പോഴൊക്കെയും നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഹുദയുടെ ഹിദായത്തിൻ്റെ ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ റബ്ബിന് ശുക്റുള്ളവരായിത്തീരണം, റബ്ബ് തന്നിട്ടുള്ള ദുനിയവിയായ ഭൗതികമായ ഈ അനുഗ്രഹങ്ങളോട് നമുക്ക് എത്രമേൽ കടപ്പാടുണ്ടാകണം എന്നിത്യാദി കാര്യങ്ങൾ ഏറ്റവും മനസ്പർശിയായ രീതിയിൽ ഈ സദസ്സിനോട് സംസാരിക്കുമ്പോൾ ആ സദസ്സിൻ്റെ മുഖം ഇങ്ങനെ കാണുകയായിരുന്നു, ആ സംസാരം ശ്രദ്ധിക്കുന്ന മുഖങ്ങളിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഏറ്റെടുത്ത ആളുകളാണ് ഈ ഇരിക്കുന്നത്. അത് ഏറ്റെടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തവരായ ആളുകളോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ഈ സംസാരം മാത്രമാണ്. ജീവിതത്തിൽ റബ്ബ് നൽകിയിട്ടുള്ള ഹുദയ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഭയമില്ലാത്ത ജീവിതം, ദുഃഖമില്ലാത്ത ജീവിതം അവിടെയും അവർക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നാലാമതായി തവക്കുൽ ബോധം വളർത്തുക എന്നുള്ളത്. തവക്കുൽ ബോധം, നിർഭയരായി ജീവിക്കാൻ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹുദയ സ്വീകരിക്കുക എന്നുള്ളതാണ് പരിഹാരം. ആ ഹുദയിലെ ഓരോന്നും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൽ പരമപ്രധാനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം റബ്ബിനെ ഏൽപ്പിക്കുകയും റബ്ബിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള തവക്കുൽ ബോധത്തേക്ക് നമുക്ക് ഉയരാനും വളരാനും സാധിക്കുന്നിടത്തും നമ്മൾ നിർഭയരായി ജീവിക്കാൻ, നമ്മളെ പരിവർത്തിപ്പിക്കാൻ ആ അർത്ഥത്തിൽ നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാകുന്നു തഖ്വയുള്ള ജീവിതം. അല്ലാഹുവെക്കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കുകയും പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക, പരമാവധി നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുകയും ചെയ്യുന്ന സൽ സ്വഭാവത്തിൻ്റെ ഉടമകളായിത്തീരുക. അതേപോലെ തന്നെ അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ സംതൃപ്തനാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഖനാഅത്തിൻ്റെ മനസ്സുള്ളവരായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ സമൂഹത്തിൽ എപ്പോഴൊക്കെ കുഴപ്പങ്ങളും വേണ്ടാത്തരങ്ങളും അധർമ്മങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നുവോ അവിടെയൊക്കെ ധർമ്മബോധത്തിൻ്റെ പടച്ചട്ട കൊണ്ട് പ്രതിരോധിക്കാൻ നമ്മൾ മുൻപിലുണ്ടാവുകയും ചെയ്യുക. അങ്ങനെയുള്ള ഹുദയുടെ ഓരോ അധ്യാപനങ്ങളും സ്വീകരിക്കുമ്പോൾ എപ്പോഴും നിർഭയരായിക്കൊണ്ട് നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയും ഈമാൻ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ തന്നെ അധ്യാപനങ്ങൾ
മാർഗങ്ങളിലൂടെ നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഹുദ സ്വീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നിർഭയനായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാനും ആ നിർഭയത്വം ഉറക്കെ പ്രഖ്യാപിക്കാനും സാധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഒന്നാമതായിക്കൊണ്ട്. അതേപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ആ സാഹിറന്മാർ മൂസാ നബിയുടെ ഹുദ സ്വീകരിച്ചുകൊണ്ട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് കിട്ടിയിട്ടുള്ള ഹിദായത്ത് സ്വീകരിച്ചുകൊണ്ട് ഫറോവയുടെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയും അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ഫറോവ പേടിപ്പിച്ച സമയത്ത് ആ സാഹിറന്മാർ, ആ മജീഷ്യന്മാർ, ആ മാജിക്കുകാർ പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങൾ ഒരു പരിഗണനയും, നിനക്ക് ഞങ്ങൾ ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല, നിന്നെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല, ലന്നുസിറക, നിന്നെ ഒന്നുമായിക്കൊണ്ട് ഞങ്ങൾ ഗണിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അലാമാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഫഖദ് മാ അൻത ഖാദ്, നീ എന്ത് വേണമെങ്കിലും വിധിച്ചോ. നീ ഞങ്ങളെ കൊന്നോ, നീ ഞങ്ങളുടെ ഭിന്ന ഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ മുറിച്ചിട്ട് കുരിശിൽ തറക്കാൻ തീരുമാനിച്ചോ, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള നിലക്ക് അന്നത്തെ മാജിക്കുകാർക്ക്, മജിഷ്യന്മാർക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ നിർഭയത്വം അവർ അനുഭവിച്ചതുകൊണ്ടാണ്. ആ നിർഭയത്വത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത്. ആ നിർഭയത്വം കിട്ടണമെങ്കിൽ പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ ഏൽപ്പിച്ച് വിശ്വാസപരമായ വിശുദ്ധിയുള്ളവരായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഖുബൈബ് റളിയല്ലാഹു അൻഹു ബദറിന് ശേഷം നടന്നിട്ടുള്ള ഒരു സൈനിക നീക്കം, ആ സൈനിക നീക്കത്തിൽ ശത്രുക്കളുടെ പിടിയിലകപ്പെടുകയും ബനു ഹാരിസ് ഗോത്രക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കി പിടികൂടുകയും ബദറിൽ കൊല്ലപ്പെട്ട തൻ്റെ കുടുംബാംഗങ്ങളുടെയും സഹോദരങ്ങളുടെയും അവരോടുള്ള പ്രതികാരമെന്നോണം അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ ചരിത്രമുണ്ട്. അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നിടത്ത് അവസാനത്തെ ആഗ്രഹം ചോദിക്കുമ്പോൾ ദഊനി അർക്കഉ റക്അതൈൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദഊനി അർക്കഉ റക്അതൈൻ, 2 റക്അത്ത് ഞാൻ നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ആ ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. അവർ പേടി കൊണ്ടാണ് ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കുന്നത് എന്ന് എന്നെക്കുറിച്ച് കരുതുമായിരുന്നില്ല എങ്കിൽ ഞാൻ ആ നമസ്കാരത്തിൻ്റെ ആസ്വാദ്യത അനുഭവിച്ചുകൊണ്ട് ആ നമസ്കാരം ഇനിയും ദീർഘിപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം സംസാരിക്കുന്ന സംസാരമുണ്ട്. അങ്ങനെ മരിക്കാൻ പേടിയില്ലേ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംസാരമുണ്ട്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശഅ യുബാരിക് അലാ ഔസാലി ശിൽവിം മുമസ്സഇ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പേടിയില്ലേ മരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് യാത്രയാകുന്നത്. റബ്ബിലേക്ക് യാത്രയാകുന്നിടത്ത് മുസ്ലിമായിക്കൊണ്ടാണ് ഞാൻ കൊല്ലപ്പെടുന്നത് എങ്കിൽ എനിക്കൊരു കാര്യവും എനിക്കൊരു പ്രശ്നമാകുന്നില്ല. എങ്ങനെയാകട്ടെ എൻ്റെ മരണം സംഭവിക്കുന്നത്, എൻ്റെ പതനം എങ്ങനെയായിക്കൊള്ളട്ടെ, ഞാനതൊരു പ്രശ്നമേ ആക്കുന്നില്ല. കാരണം എൻ്റെ റബ്ബ് പിച്ച് ചീന്തപ്പെടുകയും മുറിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ഓരോ അവയവങ്ങളോടും ബർക്കത്ത് ചെയ്യാൻ കഴിവുള്ള റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ള മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിനെ പഠിച്ചവരായ ആളുകളുടെ മുൻപിലേക്ക് തൗഹീദ് കൊണ്ട് നമുക്ക് നിർഭയത്വം കിട്ടണം എന്നുള്ള ആ ഒരു സന്ദേശം മാത്രം മുന്നിൽ വെക്കാനാണ് ഈ സമയം വിനിയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ വിഷയത്തെ മനസ്സിലാക്കിയെടുക്കാനും വിശ്വാസപരമായ വിശുദ്ധിയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഒരൽപ്പമെങ്കിലും നമ്മുടെ മനസ്സുകളിലേക്ക് ചേർത്ത് വെക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നാഥൻ നമുക്ക് സത്യത്തെ സത്യമായി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും നേരം എൻ്റെ ഈ സംസാരത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആ ഓതിക്കേൽപ്പിച്ച ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഇനിയും പഠനമുണ്ടാവുകയും വിശ്വാസരംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗത്തെ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോയി നിർഭയ
നിർഭയരായിക്കൊണ്ട് റബ്ബിലേക്ക് യാത്രയാകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണമേ റബ്ബേ. അല്ലാഹുവേ നാളെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമേ. നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. വിശ്വാസപരമായ വിശുദ്ധിയും നിർഭയത്വവും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ആ രംഗത്ത് എന്തൊക്കെ വസുവാസുകൾ സൃഷ്ടിക്കുന്നുവോ ആ വസുവാസുകളിൽ അകപ്പെട്ടു പോകാതെ ഈ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം ഇതപര്യന്തം പഠിപ്പിക്കപ്പെടുകയും പ്രബോധനം ചെയ്യപ്പെടുകയും ചെയ്തിടത്തേക്ക് ആ വിശ്വാസ മാർഗത്തിലേക്ക് തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഈമാനിക കരുത്ത് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. സത്യത്തെ സ്വീകരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിലും ഇണകളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസലാമുൻ അലൽ മുർസലീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.